സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും ഭഗവാൻ അവതരിക്കുന്നു. അതിൽ ഏറ്റവും ഭീഷണമാണ് നരസിംഹാവതാരം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 3 പ്രധാന മൂർത്തികളിലൊന്നായ നരസിംഹമൂർത്തിയെ ഒരു നഗരത്തിന് കഥ പ്രണമിക്കുന്നു. ദിവ്യമായ ആ ഭീകരരൂപം ഭഗവാൻ കൈക്കൊള്ളുന്നതിന് പിന്നിൽ 4 പേരുടെ ശാപമുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനൽകുമാരൻ, സനാതനൻ എന്നിവർ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ വൈകുണ്ഠത്തിൽ ചെന്നു. എന്നാൽ അവിടുത്തെ കാവൽക്കാരനായ ജയവിജയന്മാർ ബാലന്മാരായ അവരെ തടഞ്ഞു. ഇത് കാരണം ജയവിജയന്മാർക്ക് അവർ ശാപം നൽകുകയും അത് നിമിത്തം കൃതയുഗത്തിൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ പേരുകളിൽ അവർ ജനിച്ചു. ഹിരണ്യാക്ഷനെ വരാഹാവതാരമെടുത്ത മഹാവിഷ്ണു വധിക്കുകയും അതിൽ ക്രോധിതനായ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയും ചെയ്തു. അത്യുഗ്രമായ ആ തപസ്സിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ഹിരണ്യകശിപു അമരത്വ വരമായി ചോദിക്കുകയും ചെയ്തു. എന്നാൽ അത് ലഭിക്കില്ല എന്നത് കാരണം വിചിത്രമായ മറ്റൊരു വരം ചോദിച്ചു. എന്റെ മരണം രാത്രിയോ പകലോ ആകരുത്, വീടിനകത്തോ പുറത്തോ ആകരുത്, ആകാശത്തോ ഭൂമിയിലോ ആകരുത്, ആയുധങ്ങൾ കൊണ്ടോ വെറും കൈ കൊണ്ടോ ആകരുത്, അന്തകൻ ദേവനോ മനുഷ്യനോ പക്ഷിമൃഗാദികളോ ആകരുത്. ഈ വരം ബ്രഹ്മാവ് നൽകുകയും അതിന്റെ ബലത്തിൽ 3 ലോകവും ജയിക്കുന്നതാണ് പിന്നീട് സംഭവിച്ചത്. എന്നാൽ ഈ തപസ്സിനിടെ മറ്റൊന്ന് സംഭവിച്ചു. ഹിരണ്യകശുവിന്റെ ഭാര്യ കയാതു ഗർഭിണിയായി. സുന്ദരിയായ കയാതുവിനെ കണ്ടു മയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി ഹിരണ്യകശുവിനോട് പകവീട്ടുവാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്ന് കയാതുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞു കൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാതു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിലായിരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ തന്മൂലം ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണു ഭക്തനായി മാറി. വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ളവരെല്ലാം തന്നെ തികഞ്ഞ വിഷ്ണു ഭക്തരാക്കി മാറ്റുകയും ചെയ്തു. ഇതിനിടയിൽ ഹിരണ്യകശിപു തന്റെ രാജ്യത്ത് വിഷ്ണു പൂജ നിരോധിച്ചു. ആരും തന്നെ വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നും അയാൾ ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തന്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ ഹിരണ്യകശിപു അവനെ വധിക്കാനുള്ള പല രീതികളും ശ്രമിച്ചു. കൊക്കയിലും കടലിലും വലിച്ചെറിഞ്ഞും പാമ്പിന് തിന്നാൻ കൊടുത്തുമൊക്കെ വധശ്രമം നടത്തി. എന്നാൽ ഭഗവത് കൃപ മൂലം തദവസരങ്ങളിലെല്ലാം അവൻ രക്ഷപ്പെട്ടു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് എവിടെ നിന്റെ ഭഗവാൻ എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപാടെ കോപിഷ്ഠനായ ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂണിനെ തന്റെ ഗദ കൊണ്ട് അടിച്ചു തകർത്തു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി മഹാവിഷ്ണു ഭഗവാൻ പുറത്തു ചാടി. വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം. സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലും ഉണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തന്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറ് കീറി പിളർത്തിക്കൊച്ചു. കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അങ്ങനെ വരത്തിന്റെ മറ്റ് നിബന്ധനകളെല്ലാം തന്നെ പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപമായി. സദാ ഭക്തരക്ഷകനായ ഭഗവാൻ നമ്മെ എന്നും രക്ഷിക്കട്ടെ. ഓം നമോ ഭഗവതേ നരസിംഹായ. ആകാശ സീമയ്ക്കനന്ദമാം ദേവൻ ത്രിലോകം നടു